അന്ന് പതിവിന് വിപരീതമായി വഴിമാറിയാണ് ഞാൻ പോകാറുള്ള ലാസ്റ്റ് ബസ് പോയത്. വഴിയിൽ മരം വീണ് റോഡ് ബ്ലോക്കാണത്രേ. ഞാൻ ആകെ പേടിച്ചു. കാരണം ഇന്ന് ഈ ബസ് നീലിപ്പാറ റൂട്ടിലൂടെയാണ് പോകുന്നത്. അതും വെള്ളിയാഴ്ച രാത്രി. എന്നും ഉണ്ടാവുന്ന ആൾക്കാർ ആരും തന്നെ കൂടെയില്ല. ഞാൻ ഒറ്റയ്ക്ക്. കണ്ടക്ടർ മുന്നിലെ സീറ്റിലിരുന്ന് ഡ്രൈവറുമായി സംസാരിക്കുന്നു. മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം. കാരണം ചെറുപ്പത്തിൽ കസിൻസിൻ്റെയൊക്കെ കൂടെ രാത്രി ഉറങ്ങാൻ നേരത്ത് പറയാറുള്ള കഥകളിൽ ഒന്നായിരുന്നു ഈ നീലിപ്പാറയിൽ കഥകൾ. ഇതിലെ നടന്നു പോകുമ്പോൾ കൊലുസിട്ട് ആരോ ഒപ്പം നടക്കുന്ന ശബ്ദം കേൾക്കാമെന്നും ബൈക്കിലൂടെ പോകുമ്പോൾ ആരോ പുറകിൽ കയറിയിരിക്കുന്ന പോലെ കനം തോന്നാറുണ്ടെന്നും പറയുന്നു കേൾക്കാറുണ്ട്. മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നിങ്ങനെ പോയി. പെട്ടെന്നാണ് ആ വളവിൽ വെച്ച് ബസ് നിർത്തിയത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ കൈ കാണിച്ചു. ഈ പാതിരാത്രിയിൽ ഈ വിജനമായ സ്ഥലത്ത് ആരാണാവോ? വാതിൽ തുറന്നതും അയാൾ അകത്ത് കയറി എൻ്റെ തൊട്ടുപുറകിലെ സീറ്റിലിരുന്നു. അയാൾ കയറിയപ്പോൾ തന്നെ ബസ്സിനുള്ളിൽ ഒരു ദുർഗന്ധം പടരുന്ന പോലെ എനിക്ക് തോന്നി. വസ്ത്രത്തിൽ നിന്ന് നനഞ്ഞ മണ്ണിൻ്റെയും കാട്ടുപൂക്കളുടെയും രൂക്ഷമായ ഗന്ധം. എങ്കിലും കൂട്ടിനൊരാളായല്ലോ എന്ന് ആശ്വസിച്ച് ഞാനിരുന്നു. പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഞാൻ ഹെഡ്സെറ്റ് ഊരി മനസ്സിലെ ഭയം മാറ്റാനും ഏകാന്തത മാറ്റാനും ഞാൻ അയാളോട് സംസാരിക്കാൻ വേണ്ടി പുറകിലോട്ട് തിരിഞ്ഞു. അയാളെ അവിടെ കാണാനില്ല. ഞാൻ പെട്ടെന്ന് നിലവിളിച്ചു. കണ്ടക്ടർ ഓടി വന്ന് ചോദിച്ചു, എന്താ എന്താ? ഞാൻ പറഞ്ഞു, നേരത്തെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറിയ ആൾ ഇപ്പോൾ ഇവിടെ കാണാനില്ല. എൻ്റെ വാക്കുകൾ കേട്ട് കണ്ടക്ടറുടെ മുഖത്ത് ചോര വാർന്നു പോയി. അയാൾ ആകെ അന്തം വിട്ട് എന്നെയും കാലിയായ സീറ്റിലേക്ക് മാറി മാറി നോക്കി. എന്താള്? ഏത് സ്റ്റോപ്പ്? നിങ്ങളെന്താ ഈ പറയുന്നത്? കണ്ടക്ടറുടെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. അല്ല, ആ വളവിൽ വെച്ച് ഒരാൾ കൈ കാണിച്ചില്ലേ? വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ. അയാൾ ഇതിലൂടെ കയറി എൻ്റെ തൊട്ട് പിന്നിലിരുന്നല്ലോ. ഞാൻ ആകെ കിതച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി വലിയൊരു ശബ്ദത്തോടെ ബ്രേക്ക് ഇട്ട് നിന്നു. ഡ്രൈവറും സീറ്റിൽ നിന്ന് ചാടി എണീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ മുഖത്തും വല്ലാത്തൊരു ഭയം തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. തമ്പി, നീലിപ്പാറ കാട് തുടങ്ങിയതിന് ശേഷം നമ്മളെവിടെയും വണ്ടി നിർത്തിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഈ വാതിൽ തുറന്നിട്ടുമില്ല. ഡ്രൈവർ പറഞ്ഞു കേട്ട് എൻ്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. എൻ്റെ ശരീരം ആകെ മരവിച്ചു. വണ്ടി നിർത്തിയ അതേ നിശബ്ദതയിൽ പുറത്തെ കാറ്റിൻ്റെ ഇരമ്പലിനേക്കാൾ വ്യക്തമായി ഞങ്ങൾ 3 പേരും ആ ശബ്ദം കേട്ടു. അതെ, എൻ്റെ കസിൻസ് പണ്ട് പറഞ്ഞ അതേ കൊലുസിൻ്റെ ശബ്ദം. പക്ഷേ ഇത്തവണ പുറത്തുനിന്നല്ല, ബസ്സിൻ്റെ ഏറ്റവും പുറകിലെ സീറ്റിനരികിൽ നിന്നാണ് കേൾക്കുന്നത്. വായുവിലെ ആ കാട്ടുപൂക്കളുടെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം രൂക്ഷമായി. ശബ്ദം പതുക്കെ മുന്നോട്ട് വരികയാണ്. ഡ്രൈവറും കണ്ടക്ടറും പരസ്പരം നോക്കി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഡ്രൈവർ ഓടിച്ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. 1 തവണ, 2 തവണ. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. കൊലുസിൻ്റെ ശബ്ദം എൻ്റെ സീറ്റിൻ്റെ തൊട്ട് പുറകിലെത്തി നിൽക്കുന്നു. എൻ്റെ കഴുത്തിന് പിന്നിൽ ആരോ ശക്തിയായി ഊതുന്ന പോലെ അസ്ഥ തുളയ്ക്കുന്ന തണുത്ത കാറ്റ്. ദൈവമേ, കാത്തോളണേ! ഡ്രൈവർ ഉറക്കെ വിളിച്ച് അവസാനം ഒന്നുകൂടി താക്കോല് തിരിച്ചു. വലിയൊരു ഇരമ്പലോടെ വണ്ടി സ്റ്റാർട്ടായി. ആക്സിലറേറ്ററിൽ അയാൾ ആവത് ശക്തിയിൽ കാലമർത്തി. ബസ് നീലിപ്പാറയുടെ ഇരുട്ടിലൂടെ പാഞ്ഞു. പുറകിൽ നിന്ന് ഒരു അലർച്ചയും കാറ്റും ഒരുമിച്ച് വന്ന് ബസ്സിൻ്റെ പുറകിലെ വാതിൽ ശക്തിയായി അടിച്ചുകൊണ്ടു. കുറച്ചു നേരം ബസ്സിനുള്ളിൽ മരണതുല്യമായ നിശബ്ദതയായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള സ്റ്റോപ്പെത്തി ചാടിയിറങ്ങി വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ എനിക്ക് ശ്വാസം നേരെ വിടാൻ കഴിഞ്ഞുള്ളൂ. പിറ്റേന്ന് പനി പിടിച്ച് കിടപ്പിലായ ഞാൻ രാവിലെ പത്രം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നീലിപ്പാറക്കൊക്കയിൽ ബസ് മറിഞ്ഞു. 3 പേര് കൊല്ലപ്പെട്ടു. ഞാൻ വന്ന അതേ ബസ്, ഡ്രൈവറും കണ്ടക്ടറും. പിന്നെ ഈശ്വര, 3ാമത്തെ ആളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ധരിച്ചിരുന്നു പോയി. ഇന്നലെ എൻ്റെ പുറകിൽ വന്നിരുന്ന അതേ ആൾ.